أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അയാൾ കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാറ്റവും പരിവർത്തനവുമൊക്കെ അയാളുടെ ജീവിതത്തിലും മനസ്സിലും കുടുംബത്തിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അയാളെ മുഅ്മിൻ എന്നും മുത്തഖി എന്നുമൊക്കെ വിളിക്കുവാൻ സാധിക്കുക. നമ്മുടെ നാട്ടിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാനടക്കമുള്ള ഏത് നാട്ടിലുമുള്ള ആളുകളിൽ വർഷങ്ങളോളമായി ജുമുഅക്ക് പങ്കെടുക്കുന്നു, മക്കൾ മദ്രസയിൽ പഠിക്കുന്നു, മക്കളുടെ വിവാഹങ്ങൾ ഇസ്ലാമികമായി നിക്കാഹ് ഖുത്ബകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർവഹിക്കുന്നു, റമദാനുകളിൽ നോമ്പ് നോൽക്കുന്നു. ഇതെല്ലാം വർഷങ്ങളോളമായി നിർവഹിക്കുന്ന ഒരാൾ. പക്ഷേ ജീവിതത്തിൽ പ്രത്യേകിച്ച് മതപരമായ മേഖലയിൽ ഈ വർഷങ്ങളോളമായി ജുമുഅകൾക്കും ക്ലാസുകൾക്കും മക്കൾ മദ്രസയിൽ പഠിച്ചിട്ടും കുടുംബത്തിൽ ഇസ്ലാമികമായി നിക്കാഹൊക്കെ നടന്നിട്ടും മതപരമായ പ്രത്യേകിച്ചൊരു പുരോഗതിയോ ഒരു വ്യത്യാസമോ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അതെന്തുകൊണ്ടാണ്? ഒന്നുകൂടി പറഞ്ഞാൽ, 8 കൊല്ലം മുമ്പ് സുബൈക്ക് പള്ളിക്ക് വന്നിട്ടില്ല, 8 റമദാൻ നോമ്പ് പോയിട്ട് ഇപ്പോഴും വരുന്നില്ല. 8 കൊല്ലം മുമ്പ് ഇടക്ക് നിസ്കാരമൊക്കെ യാത്രയിലൊക്കെ മിസ്സാകും, അതിൽ അപ്പോഴൊക്കെ കുറച്ച് ഖേദമുണ്ടായിരുന്നു, ഇപ്പോഴും ഇടക്കൊക്കെ പോവും. 8 കൊല്ലം മുമ്പ് 5-8 കൊല്ലം മുമ്പ് എന്റെ 1ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ ഞാൻ അവനെ ദീനിയായിട്ട് വളർത്തിയിട്ടില്ല, 4ാമത്തെ കുട്ടീനെ അങ്ങനെ തന്നെ വളർത്തുന്നത്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ മതപരമായ കേൾവി ഉണ്ടാകുന്നു, റമദാനിൽ ഖുത്ബകൾ അതിശക്തമായി കേൾക്കുന്നു, ഇസ്ലാമികമായ പോസ്റ്ററുകൾ നമ്മൾ തന്നെ ആളുകൾക്ക് ഷെയർ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഭൗതികമായി വീട്ടിൽ മാറ്റം വന്നു, ഭക്ഷണത്തിൽ മാറ്റം വന്നു, നമ്മൾ പഴയ വണ്ടി ഒഴിവാക്കി, വീടൊന്നുകൂടി വിസ്താരമാക്കി, ജോലി ഒന്നുകൂടി ഉയരങ്ങളിലേക്ക് പോകാനുള്ള തസ്തികളിലേക്ക് നമ്മൾ മാറി, ഡ്രസ്സിൽ മാറ്റം വരുത്തി, ചെരുപ്പിൽ മാറ്റം വരുത്തി. പക്ഷെ ദീന് പഴയത് തന്നെ എന്നാകാനുള്ള കാരണം എന്താണ്? അതിന്റെ ഒരു ഉത്തരം നമ്മൾ കാണണം. പരിശുദ്ധ ഖുർആന്, അള്ളാഹുവിന്റെ ഗ്രന്ഥം, ഈ വിഷയകരമായി നമ്മൾക്ക് പറഞ്ഞു തരുന്ന സൂറത്ത് സുമറിലെ 71-ാമത്തെ ആയത്തിൽ, ആ ആയത്തിൽ അള്ളാഹു തുടങ്ങുന്നത് വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ. നാളെ പരലോകത്ത് അള്ളാഹു നരകത്തിലേക്ക് മനുഷ്യരെ കൂട്ടം കൂട്ടമായി സത്യനിഷേധികളെ കൊണ്ടുപോരാൻ. അള്ളാനെ ധിക്കരിച്ച് ജീവിച്ച തോന്നിവാസികളെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകാൻ. ആ സമയത്ത് അതിന്റെ അവസാന ഭാഗം വഖാല ലഹും ഖസനതുഹ,
നരകത്തിന്റെ മലക്കുകൾ നരകത്തിൽ പ്രവേശിക്കുന്നവരോട് ചോദിക്കാൻ, നമ്മളായിട്ട് ബന്ധിപ്പിച്ച് ആലോചിക്കണം കേട്ടോ. ചോദിക്കാൻ, അലം യഅതികും റുസുലും മിൻകും, എടാ നിന്റെ വിഭാഗത്തിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് പ്രവാചകന്മാർ വന്നില്ലേ? നമ്മളെ പറ്റി പറയാൻ, എടാ എന്റെ നാട്ടിൽ ജുമാ ഖുതുബിൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? യത്ലൂന അലൈക്കും ആയാത്തി റബ്ബിക്കും, അതിലൂടെ അള്ളാഹുവിന്റെ ആയത്തുകൾ നീ കേട്ടിട്ടില്ലായിരുന്നോ? എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, പരലോകത്ത് ആദ്യമായിട്ട് വിചാരണ നടക്കുന്നത് എന്താണ്, വാപ്പാണ്ട് ഉമ്മാണ്ട് പെരുമാറുന്ന എങ്ങനെയാണ്, സമ്പത്തിൽ ഹലാലു ഹറാം, ഇതൊക്കെ ഈ കേട്ടിട്ടില്ലായിരുന്നോ? വയുന്ദിറൂനക്കും ലിഖാഅ യൗമിക്കും ഹാദാ, ഇങ്ങനൊരു പരലോകം വരാണ്ട്, ഖബറിലെ രക്ഷാശിക്ഷകളുണ്ട്, ഖബറിലെ ചോദ്യങ്ങൾ ഇന്നതൊക്കെയാണ്, അതിന് ഉത്തരങ്ങൾ ചെയ്യണമെങ്കിൽ അമലുകൾ ഇന്നാലിന്ന രൂപത്തിൽ ചെയ്യണം, അള്ളാഹുവിന്റെ പക്കൽ വലത് കൈയിലും ഇടത് കൈയിലും ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ ഇന്നാലിന്ന രൂപത്തിൽ ജീവിക്കുന്നവരാണ്, ഇതൊക്കെ നീ കേട്ടിട്ടില്ലായിരുന്നോ? അവരുടെ മറുപടി എന്താ പറയാ? ഖാലു, നമ്മൾ പറയും, ബലാ, കേട്ടിരുന്നു, എന്റെ വീട്ടിൽ തഫ്സീർ ഉണ്ടായിരുന്നു, എന്റെ മക്കൾ മദ്രസയിൽ പഠിച്ചിരുന്നു, എന്റെ പെണ്ണ്, എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ലേണിംഗ് ക്ലാസ് എന്ന് പഠിച്ചത് വീട്ടിൽ നിന്ന് ഉറക്കെ വായിക്കണ്ടായിരുന്നു. അടുത്ത വാക്ക് വലാക്കിൻ, പക്ഷേ. എന്താണ് പക്ഷേ? ആ പക്ഷയാണ് പ്രശ്നം. എന്താണ് പക്ഷേ? ഞങ്ങൾ കേട്ടിരുന്നു, ഇത് ഞങ്ങൾ തൗഹീദിന്റെ മഹല്ലാണ്, തഫ്സീർ എഴുതിയ പണ്ഡിതന്മാരുടെ മഹല്ലാണ്, ഞങ്ങൾക്കിത് ചെറുപ്പം മുതലേ അറിയാം. ബലാ, പടച്ചോനെ ഇത് ഞങ്ങൾ കേട്ടിരുന്നു, ഞങ്ങൾക്ക് ഇതിന്റെ നിയമങ്ങൾ അറിയാം എന്നോ കേൾക്കാൻ തുടങ്ങിയിരിക്കണ്. പക്ഷെ വലാക്കിൻ, എന്താണ് വലാക്കിൻ? എന്താണ് വലാക്കിൻ എന്നറിയോ? വലാക്കിൻ എന്ന് പറഞ്ഞാൽ കേട്ടു, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുമായി ബന്ധിപ്പിച്ച് ഞങ്ങൾ ആലോചിച്ചതേയില്ല. ആ പറയുന്ന ആയത്തും ഞാനും എന്താണ് എന്ന് ഞങ്ങൾ ചിന്തിച്ചതേയില്ല. ആ പറയുന്ന മതനിയമവും ആ പറയുന്ന പ്രവാചകന്റെ ഹദീസും എന്റെ കുടുംബജീവിതവും എന്റെ കച്ചവടവും എന്റെ കുട്ടികളും എന്റെ വേഷവും എന്റെ സമ്പത്തുമായിട്ട് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. അള്ളാഹുവിന്റെ വാക്കെന്തറിയോ? ഹഖ്ഖത്ത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, അവരുടെ മേലിതാ എന്റെ ശിക്ഷ ഞാൻ സത്യപ്പെടുത്തിയിരിക്കുന്നു. സഹോദരങ്ങൾ, ഒരു കാര്യം അറിയണം, ദീന് കേട്ടു എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകൂല. കേട്ട ദീനുമായി ജീവിതത്തെ ബന്ധിപ്പിച്ച് ആലോചിക്കുന്നവരെ മാറുള്ളൂ. 8 കൊല്ലം ഖുത്ബ കേട്ടുകൊണ്ട് ഒരാൾ മാറൂല. ഏതെങ്കിലും ഒരു ഖുത്ബയിൽ പറയുന്ന ആശയം, പടച്ചോനെ ഇന്നോടാണല്ലോ അത് പറയണത്, ആ പറയുന്ന ആയത്ത് പ്രകാരം ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളാണോ അല്ലയോ എന്ന് ചിന്തിക്കണുണ്ടല്ലോ, ഓനേ സ്വർഗുള്ളൂ. തൗബ നടക്കണമെങ്കിൽ, തൗബ സ്വർഗത്തിന്റെ ഭാഗല്ലേ, തൗബ ചെയ്യണമെങ്കിൽ എന്തുണ്ടാകണം? ചിന്തിക്കണം. കേട്ടാ പോരാ, പടച്ചോനെ അത് തെറ്റേനില്ലേ, അത് ചെയ്യാൻ പാടില്ലാത്തതേനില്ലേ, എനിക്കറിയില്ലായിരുന്നില്ലേ, പടച്ചോനെ എങ്കിൽ ഞാൻ അള്ളാഹിനോട് ഇതാ പശ്ചാത്തപിക്കുന്നു. അയാൾ പണ്ഡിതന്മാരോട് ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? സഹോദരങ്ങളെ, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുവാൻ, അള്ളാഹുവിനോട് ഖേദപ്രകടനം നടത്തുവാൻ, ദീനിനനുസരിച്ച് ചിന്തിക്കാൻ കഴിയണം, ചിന്തിക്കാൻ ശ്രമിക്കണം. ഞാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയാകാൻ എന്റെ ജീവിതത്തിൽ എന്താ വേണ്ടി? അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കണം. എനിക്കൊരു അസുഖം വന്നിട്ട് എന്റെ കുട്ടിനെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ, പടച്ചോനെ 21 കൊല്ലായിട്ട് 21 കൊല്ലമായിട്ട് നട്ടലിന് ക്ഷതം പറ്റി അവനവന്റെ കുട്ടി ജീവിതത്തിൽ ഇന്ന് വരെ 21 വയസ്സായിട്ട് 6 വയസ്സുകാരന്റെ ബുദ്ധിയുള്ള എത്രയോ ഉമ്മിമ്പാപ്പി ഇവിടെ ഉണ്ടല്ലോ. നാദാ 4 ദിവസം അടുപ്പിച്ച് ആശുപത്രിക്കല്ല കൊണ്ടുപോയിട്ടുള്ളൂ, അൽഹംദുലില്ലാ എന്ന് പറയണമെങ്കിൽ ചിന്തിക്കണം കൂട്ടരെ, ചിന്തിക്കണം. കേട്ടാ പോരാ, ഞാൻ 2 മിനിറ്റ് ഇരുന്നിട്ട് ആലോചിക്കണം. തൗബ നടക്കണമെങ്കിൽ, അള്ളാഹിനോട് ഞാൻ അടുക്കണമെങ്കിൽ, അർശിന്റെ തണൽ കിട്ടണമെങ്കിൽ, ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ കഴിയണമെങ്കിൽ, ദീന് കേൾക്കുന്നതിനനുസരിച്ച് എന്റെ ജീവിതത്തിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. ആ ചിന്തക്കാണ് സ്വർഗം, ആ ചിന്തക്കാണ് സ്വർഗം. ആ ചിന്തയില്ലായ്ക കൊണ്ടാണ് നരകത്ത് പോണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ എത്രയോ ആളുകൾ പറയണത്? നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവില്ലേ? എത്ര ആളുകൾ, മൗലവി ഞാൻ സക്കാത്തിനെ പറ്റി ഇങ്ങനൊന്നും കേട്ടിട്ടില്ലേട്ടോ, ഞാൻ 10-50 കൊല്ലമായിട്ട് ഇങ്ങനൊന്നല്ലായിരുന്നു, ഞാൻ കഴിഞ്ഞ വർഷം മുതൽ കൊടുക്കാൻ തുടങ്ങി. മുമ്പ് ചെയ്തത് എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം 50 കൊല്ലത്തിന് ശേഷം ആദ്യമായി ക്ലിപ്തപ്പെടുത്തി സക്കാത്ത് കൊടുക്കാൻ കാരണം എന്താ അറിയോ? മിമ്പർ ഒന്നൊരായത്ത് കേൾക്കുമ്പം, പടച്ചോനെ അത് ഇന്നെ പറ്റിയിട്ടാണല്ലോ എന്നയാൾക്ക് മനസ്സിലായി. അയാൾ വീട്ടിൽ പോയിട്ടും പള്ളിക്കൊന്നും ചിന്തിച്ചിട്ട് പരിഹാരം അന്വേഷിച്ചപ്പോഴാണ് അയാൾ മുഅ്മിനായത്. അതുവരെ മുഅ്മിനായിട്ടില്ല.
മുഅ്മിനായിട്ടില്ല. നമ്മൾ പല ആളുകളുമായി നമ്മുടെ സംസാരത്തിൽ വരുന്ന അബദ്ധങ്ങൾ നമ്മൾ പറയില്ലേ, ഞാനേ പലപ്പോഴും എന്റെ നാവുന്ന് ഇങ്ങനെയൊക്കെ വരലുണ്ടായിരുന്നു, അത് പാടില്ലേനില്ലേ, ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു നിക്കാഹ് ഖുത്ബയ്ക്ക് ശേഷമാണ് എന്റെ ഭാര്യനോടും കുട്ടികളോടും നല്ലപോലെ പെരുമാറണം എന്ന് പഠിച്ചത് എന്ന് എത്രയോ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ കേട്ടത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ജീവിതവുമായി ബന്ധിപ്പിച്ച് ആലോചിക്കുന്നവനാണ് സ്വർഗം. ആ ആലോചനയാണ് നടക്കേണ്ടത്. ആ ആലോചന നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. വ്യക്തിപരമായിട്ടൊരു ചോദ്യം, ഞാനും നിങ്ങളും ഓരോ ഖുത്ബയും ക്ലാസും യൂട്യൂബിൽ കേൾക്കുന്ന പ്രസംഗവും ഓരോന്ന് കേൾക്കുമ്പം പടച്ചോനെ എന്റെ ജീവിതവും അതും എങ്ങനെയാണ് എന്ന് ആലോചിക്കാറുണ്ടോ? ആ ആലോചിക്കാത്തത് കൊണ്ടാണ് ഖാലൂ ബല, അല്ലാഹുവേ ഞാൻ കേട്ടിരുന്നു, ആയത്തിന്റെയും ഹദീസിന്റെയും അർത്ഥം അറിഞ്ഞിരുന്നു, ഇസ്ലാമിന്റെ നിയമറിഞ്ഞു, വലാക്കിൻ പക്ഷെ ഞാൻ എന്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരലോകത്ത് കോടാനുകോടി മനുഷ്യർ അതിശക്തമായ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടുന്ന ആൾക്കാരാരാ? നമുക്ക് എല്ലാവർക്കും ഒരു അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന ആൾക്കാരാണ്. ആ ഹദീസ് തുടങ്ങണ നമ്മൾ എത്രയോ കേട്ടതാട്ടോ, എത്രയോ 7 ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം എന്താ അറിയോ? യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി, അള്ളാഹു അവർക്ക് തണലിട്ട് കൊടുക്കും. കഴിഞ്ഞില്ല ഓർക്ക് തണലിട്ട് കൊടുക്കുന്നല്ല പറഞ്ഞ്, ലാ ളില്ല ഇല്ലാ ളില്ലു, അവിടെ പടച്ചോ നൽകണ ഈ തണലല്ലാത്ത ഒരു തണലും ഇല്ലാത്ത സ്ഥലത്താണ് അള്ള തണലിട്ട് കൊടുക്കുക. വിയർപ്പിൽ മുങ്ങി പേടിച്ച് വിരണ്ട് അവനവന്റെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് നരകം കണ്ണുകൊണ്ട് കണ്ട് നരകവാസികളുടെ ആർത്തനാദങ്ങൾ കർണപടങ്ങളിൽ വന്നടിച്ച് എന്റെ വിചാരണ എന്താകുമോ എന്നറിയാതെ നഗ്നനായി ചേലാകർമ്മം ചെയ്യാത്തവനായി പരലോകത്ത് നിൽക്കുന്ന സമയത്തല്ല വിളിച്ചിങ്ങനെ കൂട്ടും 7 ടീമിനെ. അതിൽ ഓരോരുത്തരെങ്ങനെ എണ്ണി നോക്കി, ഓരോരുത്തരെ അതിലൊന്നെന്താ, ധിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ പോയിട്ട് സത്യം വിളിച്ചറിയാ, ജീവൻ പോകുന്നു ഉറപ്പിച്ചിട്ടുള്ള ധീരമായ തീരുമാനമാണ്. സാധാ പ്രവർത്തനമൊന്നല്ല, ചെറിയ പ്രവർത്തന അല്ല. സാഹചര്യം മുഴുവൻ അനുകൂലമായി ലോകത്തൊരാളും അറിയാതെ ഇങ്ങോട്ട് വ്യഭിചാരത്തിന് വിളിച്ച് നിങ്ങൾ ചെയ്യൂ എന്ന് പറയുമ്പം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോവുക. സാധാ ഇമാം മതിയോ? പോരാ. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ 1% പോലും അറിയരുത് എന്ന് മനസ്സിൽ നീയത്തുണ്ടാകുക. ചെറിയ ഈമാനൊന്നും പോരാ. ഇങ്ങനെ എണ്ണോടത്തെ അവസാനം പറഞ്ഞ വാക്കെന്താ അറിയോ? ഇത്രയും ധീരമായ പ്രവർത്തനത്തിനാണ് പരലോകത്തെ അർശന തണൽ. അതിലൊന്നെന്താ അറിയോ? അള്ളാഹുവിന്റെ വാക്ക്, ദക്കറല്ലാഹ ഖാലിയൻ വഫാലത്ത് ഐനാഹു, ഒറ്റക്കിരുന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് അവനാന്റെ പരലോകത്തെ കുറിച്ച് ആലോചിച്ച് കണ്ടമിടറുക, കണ്ണ് നിറയുക. സാധാ പ്രവർത്തന അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സൽക്കർമ്മങ്ങളുടെ ധീരമായ പ്രവർത്തനങ്ങളും അങ്ങേയറ്റം ഭക്തിയും കൊണ്ട് മാത്രം കിട്ടുന്ന അർശിന്റെ തണലിന്റെ കൂട്ടത്തിൽ ഇത് പറയാൻ കാരണം എന്താ അറിയോ? വ്യക്തിപരമായിട്ട് ആലോചിക്കും. പള്ളിക്ക് നമ്മളുണ്ടല്ലോ, നമ്മൾക്ക് എത്ര വയസ്സായി? ഒരു 40ന്റെ 35ന്റെ മുകൾക്ക് എടുക്കുക. നമ്മുടെ ജീവിതത്തിൽ വാപ്പ മരിച്ചപ്പോ കരഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുട്ടിക്ക് പ്രയാസമുണ്ട്, ജോലി പോയി കിടന്നപ്പോ സങ്കടം വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് പ്രളയം കൊണ്ട് വെള്ളം കയറുമെന്ന് ബേജാറായിക്കണ്, കൊറോണ കൊണ്ട് ഷോപ്പടഞ്ഞപ്പോ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ച് നമ്മൾ കരഞ്ഞിക്കണ്. ഒരു 5 മിനിറ്റ് മാറി നിന്നിട്ട് 5 മിനിറ്റ് മാറി എപ്പോഴെങ്കിലും മാറി നിന്നിട്ട്, പടച്ചോനെ 10-50 വയസ്സായല്ലോ, ഏതായാലും ഇത്ര ഇരട്ടിഞ്ഞുണ്ടാവില്ലല്ലോ, ഈ പോക്ക് പോയാൽ എന്തായിരിക്കും സത്യത്തിന്റെ അവസ്ഥ? മദീന പള്ളിക്ക് നിസ്കരിച്ചിട്ട് പോരുന്ന സഹാബാക്കളുടെ നബി പറഞ്ഞത് മൗലി ഞാൻ കേട്ടുകണ്, മൗലവിന്റെ ഖുത്ബ ഞാൻ കേട്ടുകണ്. 10ൽ 10 നിസ്കാരത്തിന്റെ കൂലിയാണ്. 10ൽ 5, 10ൽ 2, 10ൽ 0. 10ൽ 10 കിട്ടുന്ന ഒരു 10 നിസ്കാരെങ്കിലും ഉണ്ടായിട്ടുണ്ടാകുമോ? ഞാൻ ആലോചിക്കേണ്ട കൂട്ടരെ, ആലോചിക്കണമെന്ന് ആലോചിച്ചു. ഞാനടക്ക പറഞ്ഞു. അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ട് അർശന തണൽ അത്ര എണ്ണം ചുരുക്കപ്പെട്ട ആളുകൾക്ക് ആലോചിച്ചാൽ 1% ഉണ്ടാവില്ല. 10ൽ 10 കിട്ടിയ നിസ്കാരം എനിക്ക് എത്ര ഉണ്ടാകും എന്ന് ഞാൻ ഒരു സെക്കൻഡ് ആലോചിക്കുമ്പോഴല്ലേ കൂട്ടരെ അടുത്ത നിസ്കാരത്തിന് വന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അർത്ഥം ആലോചിച്ച് കിട്ടുന്ന അർത്ഥം പരമാവധി മനസ്സിലാലോചിച്ച് നിസ്കരിക്കാൻ എനിക്ക് തോന്നണമെങ്കിൽ ചിന്തിക്കണം. ഞാൻ അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ടോ സമയം ഒഴിവ് കിട്ടുമ്പോഴോ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ പ്രവാചകന്റെ ഹദീസ് ഓർമ്മ വരണം. ഇന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധമായി എവിടൊക്കെ ആലോചിച്ചാണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടൂല. പടച്ചോനെ, ഞാൻ കുറെ കാലമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ഇതിന് കുറെ പ്രാർത്ഥന പോകുണ്ടാവലേ,
കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണല്ലേ എന്നെന്റെ ജീവിതത്തിൽ തീരുമാനം ഉണ്ടാണെങ്കിൽ എന്ത് വേണം അറിഞ്ഞോങ്ങളെ? 5 മിനിറ്റ് ഇരുന്നിട്ട് അവനാന്റെ ജീവിതം ആലോചിക്കണം. ആ ആലോചനക്കാണ് സ്വർഗം. എന്തുകൊണ്ടാ 10 കൊല്ലായിട്ടും ജീവിതത്തിൽ ദുനിയാവ് മാറിയിട്ടും സ്വർഗത്തിന് വേണ്ടിയുള്ള അമലുകൾ വ്യത്യാസപ്പെടാത്ത അറിയോ? ആലോചിക്കാത്തോണ്ട്. കഴിഞ്ഞ 2 ഖുത്ബ എന്തായിരുന്നു? ഒന്ന് മലക്കളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടാൻ. ഖുത്ബ കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് പടച്ചോനെ മൗലവിൽ 5-8 കാര്യം പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഇന്നെ കൊണ്ട് ചെയ്യണ്ടേ എന്നാലോചിച്ചോൻ ആ പ്രാർത്ഥന കിട്ടും. അല്ലാത്തോനോ ഓനാ ഖുത്ബ കേട്ട് പോകുണ്ടാവും. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞെന്തറിയോ? സൽക്കർമ്മങ്ങൾ ചെയ്തവന് അള്ളാഹു നൽകുന്ന 9ഓളം നന്മകൾ. ആ സൽക്കർമ്മങ്ങൾ 9ഓളം നന്മകളിൽ ഏതെങ്കിലും ഒന്നോർത്ത് വീട്ടിൽ പോയിട്ട് ആലോചിച്ചവൻ പടച്ചോന് 2 റക്അത്ത് സുന്നത്ത് എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നിസ്കരിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ 2 റക്അത്ത് ദുഹ നിസ്കരിക്കുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കൽ ഒരു 100 റുപ്യ അള്ളാന്റെ മാർഗ്ഗം സ്ഥിരമായിട്ട് സ്വതക്ക കൊടുക്കുക. അത് നീയത്താക്കിയിട്ട് സൽക്കർമ്മമായിട്ട് നീയത്ത് വെച്ച് കൊടുക്കുക. എങ്കിൽ ഈ 9 എണ്ണം എനിക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിക്കണോന് ആമല് കിട്ടും. ചിന്തിക്കാത്തത് കൊണ്ടാണ് സ്വങ്ങളെ മാറ്റുണ്ടാകാത്തത്. ചിന്തിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ വാക്ക് വമൻ അറാദൽ ആഖിറ. നമ്മൾ കേട്ടായത്താണ്. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പരലോകത്തെക്കുറിച്ച് അവിടെ സ്വർഗം കിട്ടണം, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് എനിക്ക് സ്വർഗം ലഭിക്കണം, അള്ളാഹു എനിക്ക് വലത് കൈയിൽ ഗ്രന്ഥം നൽകണം, അരശിന നൽകണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നവനാണ് അവനെ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത യാന്ത്രികമായിട്ട് പോവും. അവനാന്റെ ജീവിതം ഓരോരുത്തരും ആലോചിച്ച് നോക്കോണ്ടി. എന്തുകൊണ്ടാ നമുക്കൊരു മാറ്റം ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാ? പണ്ടിൽ അതേമാതിരി ഇപ്പോഴും അന്ന് റമദാനിൽ നോമ്പോക്കും, ഇന്ന് റമദാനിൽ നോമ്പോക്കും. ഒരു 2 റക്അത്ത് സുന്നത്തും കൂടി 10 കൊല്ലത്തിനിടക്ക് കൂട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ ഇന്നാ പറയണത് വ്യക്തിപരമായിട്ട് ആലോചിക്കും. ഒരു 2 റക്അത്ത് സുന്നത്ത് പോലും വ്യക്തിപരമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടാവില്ല. 10 കൊല്ലായിട്ട് 2000 റുപ്യ ശമ്പളം കൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പറയില്ലേ 10 കൊല്ലായിടാന്ന് പറയില്ലേ? 2 റക്അത്ത് സുന്നത്ത് പോലും 10 കൊല്ലായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടാവില്ല. ഒരു 10 സുബ്ഹാനല്ലാഹ് 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നമ്മൾ വ്യക്തിപരമായി മുമ്പ് ചെയ്തതിനേക്കാൾ 10 എണ്ണം ഏറെ അധികം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ എവിടുക്കാ നമ്മൾ ഈ പോകണത്? ചിന്തിക്കാത്തതുകൊണ്ടാണ്. ആ ചിന്തക്കാണ് അള്ളാഹു അരസിന്റെ തണൽ എന്ന് പറഞ്ഞ് നമ്മളെ സഹാബാക്കളെ എന്തുകൊണ്ടാ മാറിയതെന്നതിന്റെ ഒരൊറ്റ ഉത്തരവുള്ളൂ. നബിന്റെ ഖുത്ബ കേട്ടതുകൊണ്ട് അല്ല. നബിന്റെ ഖുത്ബ കേട്ടിട്ട് ഒരു ഇരുന്നിട്ടാണ് ആലോചിക്കും. നബി പറഞ്ഞത് ഇന്നെ പറ്റിയിട്ടാണല്ലോ, നബി പറഞ്ഞത് ഇന്റെ കുടുംബത്തെ പറ്റിയിട്ടാണല്ലോ, നബി പറഞ്ഞത് ഇന്റെ കച്ചവടത്തെ പറ്റിയിട്ടാണല്ലോ. ഇനി എന്താ പടച്ചോനെ ചെയ്യ? നബി പറഞ്ഞത് ഞാൻ ചെയ്യണ ഈ കച്ചവടത്തിന് ബർക്കത്തുണ്ടെന്നാണ്. അള്ളാഹുവേ ആ ബർക്കത്ത് നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നബി പറഞ്ഞത് ഞാനാ ചെയ്ത, നബിന്റെ ഖുത്ബയിൽ കേട്ടത് ഞാനാ ചെയ്തതിൽ എന്തോ ഒരു തെറ്റുണ്ടെന്നാണ്. അള്ളാഹുവേ ഞാനാ ചെയ്ത തെറ്റ് നീ പൊറുക്കണമെന്ന് തേടും. ചിന്തിക്കു 2 മിനിറ്റ്. നമുക്കറിയില്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിന്റെ പള്ളിക്ക് നബിന്റെ ക്ലാസ്സിനിരിക്കുകയാണ്. അപ്പോഴാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതിയത്. ഏതായത്ത്? ഒരു തവണ ഈ മിമ്പർമെന്ന് നമ്മൾ പറഞ്ഞതാണ്. അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ലഅന വലഹും അസൂഉദ്ദാർ. അല്ലാഹ് പറഞ്ഞ ഏതെങ്കിലും ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ് ഈ ദുനിയാവെന്ന് മരിച്ചു പോണ ആളുകൾക്ക്, ഏതാ ബന്ധം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ലാഹ് നിശ്ചയിച്ച ബന്ധങ്ങൾ മുറിക്കരുത് എന്ന് പറഞ്ഞ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ് മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ മുഅ്മിനീങ്ങളുടെ ശാപമുണ്ടാകും. വലഹും അസൂഉദ്ദാർ. അവർക്ക് നാളെ പരലോകത്ത് നരകമുണ്ടാവും. കട്ടണ്ടറായ നിയമമാണ്. ക്ലാസ് അബൂ റളാൻ പോയി. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയത്തിന്റെ വിശദീകരണം നബിയുടെ അബൂ റളാനോട് പോയി. അദ്ദേഹം തിരിച്ചു വന്നപ്പോഴേക്കും നബീന്റെ ക്ലാസ് കഴിഞ്ഞ് നബി ചോദിച്ചു, അബൂ ഹുറൈറ എവിടേക്കാടാ പോയത്? നബിയെ, കുടുംബത്തിലെ മുതിർന്ന ഒരാളോട് ഞാൻ തെറ്റി നിൽക്കേനി, എനിക്ക് എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടേനി, പക്ഷെ അള്ളാഹുവിന്റെ ആയത്ത് തെറ്റ് നിൽക്കണോ, ന്യായോ അന്യായോ എന്നല്ലെന്ന് പറഞ്ഞ് സലാം പറയുന്ന ബന്ധം അവിടെ ഉണ്ടാവണം. അതിന്റെ അപ്പുറത്ത് നാട്ടിൽ ആരെന്ത് പറഞ്ഞാലും അയിമ മൈൻഡ് കൊടുക്കരുത്. ഈ ലോകത്ത് ശാപം ഉണ്ടാവും, പരലോകത്ത് സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെട്ട് നരകത്തേക്ക് പോകേണ്ടി വരും. നബിയെ, ഞാൻ പോയി സലാം പറഞ്ഞു പോകുന്നു. ഞാൻ ചോദിക്കാട്ടോ, ഈ ആയത്ത് ഈ മിമ്പർമെന്ന് കേട്ടിട്ടില്ലേ? കേട്ടുകണ്. ആരെങ്കിലും ഖുത്ബ പോയിട്ട് മൗലവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് മൗലവി ഉദ്ധരിച്ച്
ആ ആയത്ത് കേട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു മാറിയിക്കണ്. പടച്ചോനെ, ഇടവണ്ണിയില്ല, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അത്ര ഏതായാലും പൊന്തണ്ട ഒരാളല്ലല്ലോ, സഹാബിന്റെ അത്രയും കൂടി നമുക്ക് റേഞ്ച് ഇല്ലല്ലോ, ആയത്തിനെതിരായി പ്രവർത്തിക്കേണ്ട ആളല്ലല്ലോ നമ്മള്. ഞാൻ പോയിട്ട് ജേട്ടനോട് സലാം പറയട്ടെ, അയലോക്കക്കാരനോട് കൈയൊടുക്കട്ടെ, കുടുംബത്തിലൊരാളെ വീട്ടിൽ പോയി സന്ദർശിക്കട്ടെ, ഫോണിലൂടെയെങ്കിലും ബന്ധം പുതുക്കട്ടെ എന്ന് തീരുമാനിച്ച എത്ര ആൾക്കാരുണ്ടാവും? സോണെ, എത്ര ആൾക്കാരുണ്ടാവും? നമ്മള് ഇപ്പോഴെവിടെ നിൽക്കണറിയോ? ഇപ്പോഴെവിടെ? വളപ്പക്ക് ചവിട്ടണ്ട, മരിച്ചാലും കാണാൻ വരണ്ട, മയ്യത്ത് നിസ്കരിക്കണ്ട, അന്നോട് മുണ്ടിയിട്ട് കിട്ടുന്ന സ്വർഗൻക്ക് തൽക്കാലം വേണ്ട, അനക്കാരാ അഹമ്മദ് എന്നറിയില്ല, അനക്കാരാ ഞാനും അറിയില്ല. സോളി, എന്താ മാറാത്തറിയോ? ആയത്ത് നമുക്ക് വെറും നിസ്കാരത്തിനും നോമ്പിനും ബാക്കിയുള്ളവനെ നന്നാക്കാനുള്ള മാത്രമായി നമ്മൾ കൊണ്ടെടുക്കണം. ഒരു സലാം പറയാൻ പോലും ഒരായത്ത് കൊണ്ട് കഴിയാത്ത നമുക്ക് എങ്ങനെ കൂട്ടർ അല്ലാണ്ട് സ്വർഗം ചോദിക്കാൻ കഴിയാ? ഞാൻ നിരാശപ്പെടുത്തല്ല, ആലോചിക്കും. ഞാനടക്ക പറഞ്ഞ് ആലോചിക്കും. ഞാൻ എന്താ ആലോചിക്കേണ്ട അറിയോ? ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരോടും ദീന് പറയുമ്പം ഖത്തീബായ നിന്നെ പരലോകത്തള്ള കോടിക്കണക്കിന് മനുഷ്യന്മാരെ മുന്നിൽ വിചാരണ കൊടുക്കും. ഈ പറയുന്ന കാര്യമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിനോ? അന്ന് പേടിക്കേണ്ടിരുന്നു. ഞാൻ ചിന്തിക്കുമ്പോൾ സൗങ്ങളെ, പറയുന്ന വിഷയത്തിന് ആധികാരികത ഉണ്ടാകുക, പരമാവധി അത് ചെയ്യാനുള്ള മനസ്സുണ്ടാകുക. ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ചിന്തിക്കാൻ എത്രയോ ആളുകൾ ഖുത്ബ കേട്ട്, നമ്മൾ പറയില്ലേ, ഖുത്ബ കേട്ടിട്ട് വന്നിട്ട് പറയും, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഖുത്ബ കേട്ട്, മിനൽ കബായിരി, വൻപാപത്തിൽപ്പെട്ടതാണ്, മൻ സബ്ബ വാലിദൈ, ഉമ്മാനോടും ബാപ്പാനോടും അങ്ങേയറ്റം മോശമായി അവർക്ക് വെറുപ്പുണ്ടാണ് വർത്താനം പറയല്. അള്ളാഹു 7 വൻപാപങ്ങൾക്ക് പുറമെ ചില വൻപാപങ്ങൾ എണ്ണിയെടുത്ത് ബാപ്പാൻ ഇമ്മാൻ ഉപദ്രവിക്കണം, ആ വൻപാപത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഖുത്ബക്ക് ശേഷം വന്നിട്ട് എത്ര ആൾക്കാര്, ഞാൻ എന്റെ അപ്പാന്റെ മഴ ദേഷ്യം വരുമ്പോ അങ്ങനെയൊക്കെ പറയലുണ്ട്, ഇൻഷാ അല്ലാഹ് ഇഞ്ഞുണ്ടാവില്ല മൗലവി, ഞാൻ തീരുമാനിച്ചു. എത്ര ആൾക്കാരറിയോ? 1-2 കൊല്ലങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ അതേ മാതാപിതാക്കളോട് അങ്ങോട്ട് പോയി സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിച്ച എത്രയോ നല്ലവരായ മനുഷ്യന്മാർ. അതേ ഖുത്ബേട്ട് എത്ര ആൾക്കാരുണ്ട്? ഖുത്ബേട്ട് 2 റക്അത്ത് നിസ്കരിച്ച്, അവിടെ നല്ല വെള്ളിയാഴ്ച അല്ലേ, അവിടെ നല്ല ഫുഡ് ഇട്ടും പറഞ്ഞിട്ട് ഒന്നിച്ച് ബൈക്കുമലും കാറുമലും പോയി ഭക്ഷണം കഴിച്ച് വീട്ടിൽ ചെന്നിട്ട് ഖുത്ബന്റെ മുന്നേ പറഞ്ഞ വാപ്പാണ്ടുള്ള അതേ വാക്ക്, അതേ ഉമ്മയോട് പറഞ്ഞ അതേ ചീത്ത, ഇത്രയും ഖുത്ബേട്ടിട്ട് പിന്നും പറയുന്ന ആൾക്കാരില്ലേ? ഉണ്ടല്ലോ. എന്തുകൊണ്ടാ? ചിന്തിക്കാത്തതുകൊണ്ടാണ്, ആലോചിക്കാത്തതുകൊണ്ടാണ്. ആയത്തുകളും ഹദീസുകളെയും ജീവിതത്തിൽ കൊണ്ടുവരണം. എന്നിട്ട് 2 മിനിറ്റ് ആലോചിക്കണം. ചിലപ്പോ തിരുത്താൻ സമയം വേണ്ടി വരും. അതിന്റെ തൗഫീക്കിന് വേണ്ടി അല്ലാണ്ട് തേടണം. പടച്ചോനെ, ഞാൻ തക്കന് സാമ്പത്തികമായി ഇപ്പൊ ഈ ആയത്ത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ കൂടിയ ഷെയർ പറ്റാത്ത ഷെയറാണ് നാഥ, ചെറിയൊരു പ്രൊസീജിയർ ഉണ്ട്, എനിക്ക് അറിയാലോ നാഥ, അതിൽ നിന്ന് പിൻവാങ്ങാനും ആ സമ്പത്ത് പൂർണ്ണമായും പരിശുദ്ധമാകുന്നത് വരെ നാഥ നീ എനിക്ക് ദീർഘായുസ് നൽകണമേ എന്ന് തേടാൻ, അള്ളാഹുവിനോട് തൗഫീക്കിന് വേണ്ടി തേടാൻ ആലോചിക്കുക. അവനാന്റെ കുടുംബത്തിൽ നല്ലൊരു ബന്ധം ഉണ്ടാകാൻ, ഇസ്ലാമികമായി നല്ല ഇണയെ വേണമെന്ന് പറയുമ്പം നല്ല ഇണയെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ, നല്ല ഇണണ്ടെങ്കിലേ കുടുംബജീവിതം നന്നാകുള്ളൂ എന്ന് ആലോചിക്കണ്ടേ? പ്രാർത്ഥന നടക്കണമെങ്കിൽ ആലോചന വേണം, തൗബ നടക്കണമെങ്കിൽ ആലോചന വേണം, മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആലോചന വേണം, അള്ളാഹുവിനോട് അടുക്കണമെങ്കിൽ ആലോചന വേണം, തെറ്റുകളിൽ നിന്ന് മോചിതമാകാൻ ആലോചന വേണം. കേൾവി മാത്രം പോരാ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്തേ ഇവിടെ എത്തിയത് എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ വാചകം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താ പറഞ്ഞറിയോ? ലൗ കുന്നാ, ഞങ്ങളായിരുന്നെങ്കിൽ, നസ്മഉ, ദീന് കേട്ടിരുന്നെങ്കിൽ, ഒന്നാമത്തെ ഭാഗമാണ് കേട്ടു, ഔ നഅഖിൽ, ആ കേട്ട ദീനനുസരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ ജീവിതവും ആ ആയത്തും, എന്റെ കുടുംബവും ആ ഹദീസും, എന്റെ ജീവിതത്തിന്റെ രഹസ്യവും ആ ഖുത്ബയും എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചിന്തിച്ച് മാറ്റം വരുത്തിയിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബി സഈർ, ഒരിക്കലും വേദനാജനകമായ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും 1000 വേദനയോടുകൂടി ആർത്തിരമ്പി വരുന്ന നരകത്തിന്റെ തീജ്വാലയിൽ പെടുമായിരുന്നില്ല നാഥ എന്ന് അവിടെ വെച്ച് കരയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു പരിശുദ്ധ ഖുർആനിന്റെ ഒരു സദസ്സുണ്ടായിരുന്നു. ആ സദസ്സിലേക്ക്
ഒരുപാട് ആളുകൾ വന്ന കൂട്ടത്തിൽ ഒരു വലിയൊരു ഫാമിലി, വലിയ പ്രൊഫഷണൽ ഡോക്ടർമാരും വക്കീലന്മാരും അധ്യാപകരൊക്കെ വലിയൊരു അറിയപ്പെടുന്ന സാമ്പത്തികമായി വളരെ ഉയർന്ന ഒരു ഫാമിലിയിൽ ഒരു ലേഡി ഡോക്ടർ, ആ ഡോക്ടറും ആ പ്രോഗ്രാമിന് വന്നിരുന്നു, മുസ്ലിമായ, ഹിജാബൊക്കെ ധരിച്ച്. അപ്പോൾ ഖുർആൻ അനുഭവങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞപ്പം ആ സഹോദരി, ആ ഡോക്ടർ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ വലിയൊരു കുടുംബത്തിൽ, സാമ്പത്തികളുടെ ഒരു കുടുംബത്തിൽ, എല്ലാ ഭൗതികമായ ആഢ്യത്വങ്ങളും നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സമാന മനസ്കതയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ടീമുണ്ട്, സ്ത്രീകളുടെ ഒരു ടീമുണ്ട്. അതിൽ ഞങ്ങൾ ടൂർ പോണിനെ പറ്റി, പുതിയ ഫാഷൻ, അതേപോലെ ഭക്ഷണം, കുക്കിംഗ്, വ്യത്യസ്തങ്ങളായ ഞങ്ങളുടേതായ ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ നേതൃത്വം നൽകിയിരുന്ന നല്ല ആക്റ്റീവായ ഇതൊരു വക്കീൽ ജോലി അങ്ങനെ എന്തോ ചെയ്യുന്ന ഒരു സഹോദരനുണ്ട്. ഒക്കെ മുസ്ലിം സഹോദരങ്ങളാണ്. പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ സഹോദരി മരിച്ചുപോയി. അപ്പൊ അതുവരെ ഞങ്ങൾക്കാർക്കും ഹിജാബില്ല, ഇസ്ലാമിക വേഷം, അങ്ങനെ നിസ്കാരമൊന്നും അത്ര ക്ലിയർ അല്ല. എപ്പോഴെങ്കിലും നിസ്കരിക്കും, റമദാനിലൊക്കെ നോമ്പ് വെക്കും. അപ്പൊ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരി, ഞങ്ങളുടെ ജ്യേഷ്ഠത്തിയെ പോലെ കാണുന്ന സഹോദരി മരിച്ച് അതുവരെ ഹിജാബ് ധരിക്കാത്തവളെ മയ്യത്തൊക്കെ കഫൻ ചെയ്ത് മഫ്ത ഇടിപ്പിച്ച് നിസ്കാരക്കുപ്പായൊക്കെ ഇടിപ്പിച്ച് മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയി ആളുകളൊക്കെ അവിടെ നിസ്കരിച്ച് കൊണ്ടുപോയപ്പോ അന്ന് രാത്രി ഞാനിരുന്നിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, ഓളിപ്പോ ഉടുക്കാ പോയത് അള്ളാന്റെ അടുത്ത്. അള്ളാഹു ആകെ കുറച്ചു കാലം 10-50 കൊല്ലം ഇസ്ലാമികമായൊരു വേഷം ധരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അത് മരിക്കണത് വരെ ധരിക്കാതെ മരിക്കണ സമയത്ത് നിസ്കാരക്കുപ്പായവും മഫ്തി ഇട്ടാണ്ട് അവള് പോയത് ധരിക്കണം എന്ന് പറഞ്ഞ പടച്ചോന്റെ അടുത്ത് കാണല്ലോ. എന്തായിരിക്കും എന്റെ കൂട്ടുകാരത്തി അല്ലാണ്ട് പറയാ? എനിക്ക് ഉറക്കണ വന്നില്ല. എന്തായിരിക്കും പറയാൻ? നാട്ടിലാണെങ്കിൽ അതിനൊക്കെ വർത്താനുണ്ടാവും. ഡ്രസ്സിലല്ല ഈമാൻ, മഫ്തയിലല്ല തഖ്വ, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പരലോകത്തും ഖബറിലും പറയാൻ പറ്റില്ലല്ലോ. കാരണം അള്ളാഹു അവിടെ വെച്ച് പറയണ വാചകം, പടച്ചോൻ അവിടെ വെച്ച് പറയണ വാചകമാണ്, മിണ്ടല്ലടാ, ന്യായം ദുനിയാവെന്ന് കഴിഞ്ഞു, ജീവൻ പോയില്ലേ താഴത്തേക്ക്, ഇനി ഞാൻ നിയമം പറയും. ആ അള്ളാന്റെ മുന്നിക്കാ പോണ് വയ്യ. അന്ന് ഞാൻ ധരിക്കാൻ തുടങ്ങിയതാണ് ഇസ്ലാമികമായ ഹിജാബ്. ഇതാണ് ചിന്ത എന്ന് പറയുന്നത്. ആ മയ്യത്ത് വേറെ 100 ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഇപ്പോഴും നമ്മളെ നാട്ടിൽ ഇവിടെ മയ്യത്ത് കാണാൻ വരെ ഔറത്ത് മറക്കാതെ നമ്മളെ ഭാര്യമാരും പെൺകുട്ടികളും വരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഞങ്ങളെ മയ്യത്ത് കാണാത്തോണ്ടല്ല, ആ ചിന്ത ഉണ്ടല്ലോ. എവിടേക്ക് പോയി യുവാക്കളെ? എങ്ങനെ നിസ്കാരം പോകാതൊക്കെ അറിയോ? എങ്ങനെ നിസ്കാരം പോകാതൊക്കെ അറിയോ? എടവണ്ണ അങ്ങാടിന്ന് ടിപ്പറുമായിട്ട് ബൈക്ക് കൂട്ടിയിടിച്ചിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് ജീവൻ പോയി എന്ന് പറയുമ്പം, പടച്ചോനെ, 18-ാം വയസ്സിൽ എന്റെ ചങ്ങായി എവിടുക്കാ പോയത്? എവിടുക്കാ പോയത്? അള്ളാന്റെ അടുത്തേക്ക്. അവനോട് എന്താ അള്ളാ ചോദിക്കുക? തൗഹീദ് ഉണ്ടെങ്കിൽ നിസ്കാരം. അതിന് പടച്ചോൻ എനിക്ക് 18 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഉത്തരാണോ? അല്ല. പടച്ചോനെ, പോകരുത്, ഇനി എന്റെ ജീവിതത്തിൽ ഞാനത് നഷ്ടപ്പെടുത്തൂല എന്ന് തീരുമാനിക്കണമെങ്കിൽ ആക്സിഡന്റ് കണ്ടാ പോരാ, മരണം കണ്ടാ പോരാ, അവിടുന്ന് ആലോചിക്കാനുള്ള തീരുമാനം ഉണ്ടാവണം. ഒറ്റ കാര്യം കൂടി പറയാൻ, ഒറ്റ കാര്യം. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു നല്ലൊരു 10-60 വയസ്സുണ്ടാവും, നല്ല നിസ്കാരമൊക്കെ ഉണ്ട്, നിസ്കാരം എന്തൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങേറ്റം പിശുക്കനാണ്. കുടുംബപരമായി നല്ല ധനമുണ്ട്, മക്കൾ വരക പൈസ ഉണ്ട്, ഒക്കെ ഉണ്ട്. അദ്ദേഹത്തും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഉണ്ട്. ഒന്നും അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കേയില്ല. ദീനുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കൊടുക്കൂല, നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു കിറ്റിന് കൊടുക്കൂല, ഒന്നിനും, പഠനത്തിനൊന്നും കൊടുക്കൂല. അതിനൊക്കെ അദ്ദേഹത്തിന് ന്യായം ഉണ്ടായിരുന്നു. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നിങ്ങൾക്ക് പള്ളിക്കാർക്ക് തരാനുള്ളതല്ല, നാട്ടുകാർക്ക് കൊടുക്കാനുള്ളതല്ല, ഞാൻ നയിച്ചുണ്ടാക്കിയത്, അങ്ങനെ പറയും, അങ്ങനെ പറയും. അള്ളാഹുവിന്റെ ഒരു ഖളാ പ്രകാരം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരിച്ചു. അദ്ദേഹം ജീവിച്ചിരിക്കെ ജ്യേഷ്ഠൻ മരിച്ചു. ജ്യേഷ്ഠനും ഇതേപോലെ ധനാഢ്യാണ്, കോടിക്കണക്കിന് സമ്പത്താണ്. ജ്യേഷ്ഠൻ ഇതേ സ്വഭാവമാണ്. മയ്യത്ത് മറമാടി 1.5 നിന്നടി, അനന്തര സ്വത്തോഹരി വെക്കുന്നിടത്ത് ഇന്നും തീർന്നിട്ടില്ല. ഇന്നും മരിച്ചിട്ട് 5 കൊല്ലം, ഇന്നും തീർന്നില്ല. അടി. പെങ്ങൾക്ക് കിട്ടിയ സ്ഥലം മൊട്ട സ്ഥലമാണ് പറഞ്ഞിട്ട് പെങ്ങളും പെങ്ങളുടെ ഭർത്താവും. രണ്ടാമത്തോന് എനിക്ക് തന്നതിന് എക്സ്ട്രാ പൈസയും കൂടി വേണം, ജ്യേഷ്ഠടുത്തിന്റെ അത്ര മൂല്യത്തിനില്ല എന്ന് പറഞ്ഞിട്ട് അടി. 4 മക്കളും അടിക്കുക, കച്ചറുണ്ടാകുക. പിറ്റത്തെ വർഷം ഉണ്ടല്ലോ, അതുവരെ പിശുക്കനായി ജീവിച്ച അനിയൻ
ഹജ്ജിനാണ് കൊടുത്തു. ഹജ്ജിനാണ് പോയി തിരിച്ചു വന്നു. 15 സെന്റ് സ്ഥലം പള്ളിക്കൻ എഴുതി കൊടുത്തിട്ട് അവിടെ നിസ്കാരപ്പള്ളി, ഭാവി ജുമാ തുടങ്ങാനുള്ള നിസ്കാരപ്പള്ളി സ്ഥാപിച്ചു. അദ്ദേഹം പള്ളിക്കത്തൊരു ക്ലാസ് വന്നിട്ട് പറഞ്ഞ വാചകം എന്താ അറിയോ? എന്റെ കാക്ക മരിച്ചിട്ടില്ലെങ്കിൽ കാക്കാന്റെ അതേമാതിരി ഞാൻ മരിച്ചാണ് പോവുകയായിരുന്നു. എനിക്കത് മനസ്സിലായി. കാക്ക എന്നെ പോലെ ഞാനും കാക്ക ഒരേ വാദമായിരുന്നു. മരിച്ചാണ് പോയി. കാക്കാക്ക് കബർക്കൊന്നും കിട്ടിയതുമില്ല. ഞാൻ കൊണ്ടുപോകാത്ത സ്വത്തിന്റെ പേരിൽ മക്കൾ അടികൂടുന്നു, മക്കൾ തല്ലുകൂടുന്നു. എന്തുവരെ പറഞ്ഞറിയോ? സോങ്ങളെ, ഈ പിശുക്കി ദീനിനോ ഹജ്ജിനോ ഉംറക്കോ പള്ളിക്കോ ഒന്നിനും കൊടുക്കാതെ പൈസ വരില്ലേ? മക്കൾ എന്ത് പറഞ്ഞറിയോ? കൂടുതൽ ബാപ്പ എന്തോ എഴുതി കൊടുത്തതിൽ പിഴവുണ്ടെന്ന് പറഞ്ഞിട്ട് ബാപ്പാനെ, മരിച്ചു പോയ വാപ്പാനെ തെറി പറയണത് 5 കേട്ടു. അനിയൻ മനസ്സിലായി എന്താ അറിയോ? ഇതേ അവസ്ഥയാണ് എന്റെ മക്കൾക്ക് ഉണ്ടാകുക. ഓൾക്കും വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൊടുക്കാതെക്ക, അവസാനം എന്റെ കബർക്കൊന്നുമില്ല, അവർ ഈ ദുനിയാവിൽ ഇന്നെ തെറി പറഞ്ഞിട്ട് ജീവിക്കുക. സഹോദരങ്ങൾ, ഇന്ന് ദീനിയായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അവനവന്റെ സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹം. ഇതാണ് മാറ്റം. ഈ മാറ്റം എവിടെ നിന്നുണ്ടാകറിയോ? ചിന്ത കൊണ്ട്. ഹജ്ജിന് അപേക്ഷിക്കേണ്ട സമയമായി നമ്മൾ പറഞ്ഞു. പോകേണ്ട ദിവസങ്ങൾ അപേക്ഷിക്കണം. ഒരു കൊല്ലം സമയമുണ്ട്. കടയിൽ നിൽക്കാൻ ആളില്ല, ഞാൻ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഒരു കൊല്ലത്തിനിടക്കങ്ങാനും നമ്മൾ മരിച്ചാൽ പടച്ചോണ്ട് നമ്മൾ പറയേണ്ടി വരും. ഇതുവരെ അവനാന്റെ ജീവിതത്തിൽ ഹജ്ജിന് പോയതിന്റെ പേരിൽ ഒരു കടി അള്ള പൂട്ടിച്ചിട്ടില്ല. ഒരു കൊല്ലം നമുക്ക് സമയമുണ്ട്. തെർത്തീബാക്കുക. ഞാൻ പറയുന്നത്, നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ അവനവന്റെ വേണ്ടി, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാതെ, കൊടുക്കാതെ ഈ ദുനിയാവിൽ ബാക്കി വെച്ചാൽ അതുകൊണ്ട് എന്തുണ്ടാകും എന്നത് എത്രയോ നമ്മുടെ മുന്നിലെ തെളിവുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ ഖുത്ബയും ഓരോ ആയത്തും ഓരോ ഹദീസും വ്യക്തിപരമായി അത് ഓനെ പറ്റിയിട്ടാണ്, ഇവനെ പറ്റിയിട്ടാണ്, ആരെ പറ്റിയിട്ടും അല്ല, അവനാനെ പറ്റിയിട്ടാണ്. ഖുത്ബ പറയുന്ന മൗലവി ഈ പറയുന്ന ആശയം ആദ്യം എന്റെയും എന്റെ കുടുംബത്തിലും നടപ്പിലാക്കാനുള്ളതാണ് എന്ന ബോധ്യം ഉണ്ടാകുക. കേൾക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്ക് ഉണ്ടാകുക. ചിലത് നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിനെ തേടേണ്ടി വരും, ചിലത് പെട്ടെന്ന് തിരുത്തേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ചിലതിൽ നിന്ന് നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഊരി പോരാൻ വേണ്ടി അള്ളാഹുവിനോട് തൗഫീക്കിന് വേണ്ടി തേടേണ്ടി വരും. എല്ലാത്തിന്റെയും അടിസ്ഥാനം കേൾക്കുന്ന ദീനിനെ കുറിച്ച് 2 മിനിറ്റ് ആലോചിക്കാനുള്ള മനസ്സാണ്. ആ മനസ്സിനാണ് അള്ളാഹു സ്വർഗം നൽകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ, നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, വദൂദായ നാഥ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഇണകളിലൂടെ നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ദീനിയായ കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ നീ മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇസ്ലാമികമായി ജീവിക്കാൻ പറ്റുന്ന നല്ല പ്രദേശമായി, നല്ല രാജ്യമായി ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ പ്രദേശത്തെയും നീ മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ, സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ഗൾഫ് നാടുകളിൽ അധ്വാനിക്കുന്ന, വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ നാഥ, നീ അവർക്ക് സമാധാനവും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് രോഗശമനവും, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സാമ്പത്തികമായ വർധനവും, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിൽ വീട്ടുവാനുള്ള തൗഫീഖും നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة